നമ്മൾ വീല് കറങ്ങുന്നില്ലെങ്കിലും അതേപോലെ തന്നെ സൂചി പൊട്ടുന്നുണ്ടെങ്കിലും ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യേണ്ടത് ഈ സ്റ്റോപ്പറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്ന്, നമ്മളെ തയ്യൽ മെഷീൻ്റെ വീല് ജാമാകുക, പവർ മെഷീൻ്റെയാണ്. വീല് ജാമായാലും അതേപോലെ തന്നെ സൂചി തുടരെ പൊട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും കാരണമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെ വീലിപ്പോൾ തീരെ കറങ്ങുന്നില്ല, ജാമായി കിടക്കുകയാണ്. ഇതെൻ്റെ മെഷീൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത് നോക്കുമ്പോൾ എൻ്റെ കംപ്ലൈൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷട്ടിലിൻ്റെ ഉള്ളിൽ നൂല് കുടുങ്ങിയതാണ് ഒരു മെയിനായിട്ടുള്ള കാരണം. 90% വീല് കറങ്ങാതിരിക്കാൻ പവർ മെഷീനിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഷട്ടിൽ ആദ്യം അയച്ചെടുക്കുകയാണ്. അതിനായിട്ട് നമ്മളെ ചവിട്ടി അതേപോലെ തന്നെ പ്ലേറ്റ് എന്നിവ കൃത്യമായിട്ട് അയച്ചു മാറ്റി വെക്കണം. അത് അയച്ച് മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ കറക്റ്റ് നോക്കേണ്ടത് 90% പ്രശ്നത്തിന് കാരണം ഈ സ്റ്റോപ്പർ ആദ്യം അയച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഷട്ടിലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണോ എന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റോപ്പർ ഇതാണ് ഈ സാധനം. ഈ സ്റ്റോപ്പറാണ് നമ്മൾ ഷട്ടിലിനെ തടഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ഇത് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഈ വീല് സിമ്പിളായിട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഷട്ടിലിൻ്റെ ഉള്ളിൽ നൂല് കയറി കെടുക്കുന്നതുകൊണ്ടാണ് വീല് ജാം അയക്കണത് എന്നുള്ളതാണ് കേട്ടോ. ഇതാണ് സ്റ്റോപ്പർ. അപ്പോൾ ഈ സ്റ്റോപ്പർ നമ്മൾ ആദ്യം പതുക്കെ അയച്ചു മാറ്റണം. ഇത് അയച്ചു മാറ്റിയിട്ട് നമ്മൾ വീല് കറക്കുമ്പോൾ സിമ്പിളായിട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഷട്ടിൽ ജാം ആയതുകൊണ്ടാണ് ഇത് കറങ്ങാത്തതെന്ന് കേട്ടോ. അതേപോലെ സൂചി പൊട്ടുന്നുണ്ടെങ്കിൽ കണ്ടോ. ഇപ്പോൾ ഞാൻ ആ സ്റ്റോപ്പർ അയച്ചു മാറ്റിയിട്ട് സൂചി താത്തി ഇറക്കുന്ന സമയത്ത് കണ്ടില്ലേ, ശരിക്കും ഷട്ടിലിൽ തട്ടുന്നുണ്ട്. അപ്പോൾ സൂചി പൊട്ടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോപ്പർ ഇതേപോലെ കറക്റ്റ് പ്രസ് ആവാതെ നിൽക്കുന്നതുകൊണ്ടാണ്. ഈ ഷട്ടിൽ ഫുള്ളായിട്ട് ഒരിക്കലും തിരിയാൻ പാടില്ല. സ്റ്റോപ്പർ എന്ന് പറഞ്ഞ സാധനം അതിനെ ഷട്ടിലിനെ കറങ്ങാതെ തടുത്ത് നിർത്തുന്ന സാധനമാണ്. അപ്പോൾ അതിൽ ഊരിയപ്പോൾ തന്നെ കണ്ടില്ലേ, സൂചി താഴോട്ട് ഇറക്കുമ്പോൾ അതിന് തട്ടുന്നുണ്ട്. അപ്പോൾ സൂചി പൊട്ടാനുള്ള ഒരു കാരണം അതാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെ നമ്മൾ ഷട്ടിൽ ഇതിൽ നിന്ന് അയച്ചു മാറ്റിയിട്ട് ആ നൂലെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷട്ടിലിന് 2 സ്ക്രൂ ഉള്ള ഷട്ടിലുണ്ട്, 3 സ്ക്രൂ ഉള്ളതുണ്ട്. ഈ 2 സ്ക്രൂ ഉള്ളതാണെങ്കിലും 3 സ്ക്രൂ ഉള്ളതാണെങ്കിലും ഇതേപോലെ പതുക്കെ തിരിച്ചിട്ട് അത് നമ്മൾ ഇതേപോലെ സ്റ്റോപ്പർ അയച്ച് മാറ്റി കഴിഞ്ഞാൽ ഷട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ എടുക്കാൻ കഴിയും കേട്ടോ. നമ്മൾ ഈ 3 സ്ക്രൂവും പതുക്കെ തെറ്റാതെ തന്നെ അയക്കണേ. ഒരിക്കലും സ്ക്രൂ ഡ്രൈവർ അങ്ങോട്ടും കൊണ്ട് തെറ്റിച്ച് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അയക്കാൻ കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കറക്കിയിട്ട് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ഷട്ടിൽ ഇതേപോലെ നമ്മളെ കയ്യിൽ ഊരി വരും. ഇനി നമ്മൾ നോക്കുന്നത് കണ്ടില്ലേ, ഇത് എൻ്റെത് കംപ്ലൈൻറ്റ് വന്നതിൻ്റെ ശേഷം നമ്മളിത് എടുക്കാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഷട്ടിലിൻ്റെ ഉള്ളിലത്തെ ഒരു പാളി പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളെ ഷട്ടിലിൻ്റെ മേലത്തെ ഫസ്റ്റത്തെ പാളിൻ്റെ സ്ക്രൂകളാണ് നമ്മൾ അയച്ച് മാറ്റുന്നത്. ഇതിന് വേണ്ടത് പറഞ്ഞാൽ നന്നായിട്ട് ഷാർപ്പായിട്ടുള്ള സ്ക്രൂ ഡ്രൈവറാണ്. പിന്നെ ഒരു കാരണവശാലും ഇത് തെറ്റിക്കാൻ പാടില്ല. തെറ്റിച്ച് അയച്ചു കഴിഞ്ഞാൽ ഈ സ്ക്രൂവിൻ്റെ മേലെ ചെറിയ ഡോട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഈ പാളി കണ്ടില്ലേ, ഈ പാളിയൊക്കെ നല്ല വൃത്തിയുള്ള പാളിയാണ്. അതൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ വൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നൂല് പൊട്ടൂല. നൂല് പൊട്ടാനൊക്കെ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്മേൽ സൂചി തട്ടിയിട്ടൊക്കെയാണ് അധികം നൂല് പൊട്ടൽ കൂടുതൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാളികളൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പഴയ ഷട്ടിലിൻ്റെത് ഇതേപോലെ മാറ്റിയിടാൻ കഴിയും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ ഷട്ടിലിൻ്റെ ഇതേപോലത്തെ ചെറിയ സ്ക്രൂകളൊക്കെ നല്ല സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അയച്ചു മാറ്റാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഈ പാളി ഞാൻ അയച്ചെടുത്ത് ഇത് സാധനമാണ് എൻ്റെ പൊട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ പഴയ ഷട്ടിലുള്ളത് ഞാൻ ഇതേപോലെ അയച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഇടത് കയ്യിലിരിക്കുന്നത് പഴയതും വലത് കയ്യിലിരിക്കുന്നത് പുതിയതുമാണ് കേട്ടോ. പുതിയതെന്ന് പറഞ്ഞാൽ പഴയതിൻ്റെ തന്നെ ഞാൻ അയച്ചു മാറ്റിയത്. അതിന് കുഴപ്പങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒന്നിൻ്റെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള പഴയത് നല്ലതായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ഷട്ടിൽ വാങ്ങേണ്ട പൈസ ഒന്നും ഇതിന് ആവശ്യമില്ല. ഇത് കുറച്ച് നേരം നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഷട്ടിലാക്കിയിട്ട് തന്നെ എടുക്കാൻ കഴിയും. ഈ ഷട്ടിൽ കണ്ടോ, ഇതേപോലെ തിരിയുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നൂല് വന്ന് ജാം ആകുന്നത് കൊണ്ടാണ് വീല് കറങ്ങാത്തതും. അതേപോലെ തന്നെ ഇത് തെന്നി മാറിയിട്ട് സൂചിയൊക്കെ പൊട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രധാനമായിട്ടും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീല് ഒരു കാരണവശാലും നമ്മളെ സൈഡിലേക്ക് തിരിക്കരുത്. ഓപ്പോസിറ്റ് സൈഡാണ് എപ്പോഴും വീല് തിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഏത് തയ്യൽ മെഷീൻ്റെ വീല് ജാമായാലും നമ്മളത് ഓപ്പോസിറ്റ് സൈഡാണ് ആദ്യം തിരിച്ചു നോക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് ആ നൂല് കറക്റ്റായി പെട്ടെന്ന് കിട്ടുക. ഇതൊന്നും ഞാൻ കുറേ തിരിച്ചു നോക്കിയിട്ട് എനിക്ക് കിട്ടാതായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ജാമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ അയച്ചു മാറ്റിയിട്ട് നന്നായിട്ട് അത് ക്ലീൻ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഷട്ടിൽ നല്ല സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. ഷട്ടിലിൻ്റെ ഈ പാളിയിലൊന്നും ഒരു കാരണവശാലും സ്ക്രാച്ച് വരാൻ പാടില്ല കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നൂല് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ നമ്മളതൊക്കെ ക്ലീൻ ചെയ്തിട്ട് എങ്ങനെയാണോ ഷട്ടിൽ നമ്മൾ ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ ഷട്ടിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷട്ടിലിൻ്റെ ടൈമിങ്ങൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ മേലെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് വെച്ചിട്ട് ഷട്ടിൽ ടൈമിങ്ങും അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.